വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കൈപ്പോള ആയിട്ടാണ്. ഒരു മലബാർ സ്പെഷ്യൽ ഡിഷാണ്. വളരെ ഈസിയായി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഇതിനായി എടുത്തിരിക്കുന്നത് 3 നേന്ത്രപ്പഴം അഥവാ ഏത്തൻപഴമാണ്. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി വറുത്തെടുക്കാം. ഈ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അളവൊന്നും പ്രത്യേകിച്ചില്ല, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ. മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോഴും പിന്നെ നമ്മുടെ മുന്തിരി വീർത്ത് വരുമ്പോൾ അത് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ നമ്മുടെ പഴം ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇതിൽ നിന്ന് വാങ്ങാവുന്നതാണ്. പഴം ഉടഞ്ഞു പോലെ സൂക്ഷിക്കണം, ശ്രദ്ധിച്ച് വേണം നമ്മളിത് ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഴം ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളിത് വാങ്ങി വയ്ക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 3 പഴത്തിന് 4 മുട്ടയാണ് കണക്ക്. അപ്പോൾ ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും പഞ്ചസാരയും ചേർക്കാം. രണ്ടും കൂടെ ഒന്നിച്ചാണ് പൊടിച്ചെടുത്തത്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു 3-4 ഏലക്ക കൂടി ഇട്ട് പൊടിച്ചതാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മിക്സി നന്നായി അടിച്ചെടുക്കാം. ഇനി നമ്മുടെ കൈപോള തയ്യാറാക്കാനുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് തൂകി വയ്ക്കാം. അത് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ ഈ മുട്ടയുടെ മിക്സിലേക്ക് നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി റോസ്റ്റ് ചെയ്ത് വെച്ചത് കൂടി ഇട്ട് കൊടുക്കാം. പകുതി മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ബാക്കി പകുതി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി നമുക്കിത് നമ്മുടെ കൈപോള തയ്യാറാക്കാൻ വേണ്ടി എടുത്ത ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇതുപോലെ അടിയിലൊരു പാൻ വെച്ചിട്ട് അതിന് മുകളിൽ വേണം ഇത് വയ്ക്കാൻ, അല്ലെങ്കിൽ അടി കരിയാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചെയ്യാൻ. 20-25 മിനിറ്റ് എടുക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയൊരു ഡിഷാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ.